ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദേവനാരായണ ദുർഗ എന്ന സ്ഥലത്താണ്. ബാംഗ്ലൂരിൽ നിന്നും ഉദ്ദേശം ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്നുണ്ട്. മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ചധികം പടവുകൾ കയറിയെങ്കിൽ മാത്രമേ ക്ഷേത്ര സന്നിധാനത്തിലെത്താൻ കഴിയുള്ളൂ. ദർശനത്തിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എത്താറുണ്ട്. താഴ്ഭാഗത്ത് ധാരാളം ചെറിയ കച്ചവടക്കാർ, പലതരത്തിലുള്ള കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. നടക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. ഇനിയും ധാരാളം പടികൾ കയറിയെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിയൂ. എപ്പോഴും നല്ല കാലാവസ്ഥയായതിനാൽ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഞങ്ങളങ്ങനെ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എത്തി. അതിൻ്റെ തൂണുകളും എല്ലാം പാറകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ചെറിയ കച്ചവടക്കാരനെ ചെറിയ കടകൾ ജോഡിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ആളുകൾ പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിപ്പോകാറുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു കുടുംബം തിരിച്ചിറങ്ങി വരുന്നതായി ഞങ്ങൾക്ക് കണ്ടു. കുറച്ചധികം പടികൾ കയറിയെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിയൂ. ഞങ്ങൾ പടികൾ കയറി. യാതൊരുവിധ ക്ഷീണവും ഒന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ തൊട്ടടുത്തായി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴ്ഭാഗം വളരെ മനോഹരമായി കാണാം. മലയുടെ അടിവാരത്തിൽ ധാരാളം വീടുകളുണ്ട്. ചുറ്റോടു ചുറ്റും ഒരുപാട് വീടുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മഞ്ഞു മൂടി തുടങ്ങി. അവധി ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഈ ക്ഷേത്ര ദർശനത്തിനായി വരാറുണ്ട്. കവാടങ്ങളെല്ലാം പാറകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ ധാരാളം കുരങ്ങന്മാരെ കാണാൻ കഴിഞ്ഞു. ഒരു കുട്ടിക്കുരങ്ങൻ്റെ കുസൃതി ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. ഇതെല്ലാം വലിയ പാറകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളെ അതിശയപ്പെടുത്തി. പാറയുടെ മുകളിലായി ഒരു ആൽമരം നിൽക്കുന്നത് വളരെ രസകരമായി തോന്നി. അതിൻ്റെ വേരെല്ലാം നമുക്ക് നന്നായി കാണാം. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു.
വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ആൽമരത്തിന്. വലിയ പാറകൾക്കിടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ പരിസരങ്ങളെല്ലാം കാണാൻ കഴിയുന്നത്. ഈ പടവുകൾ കൂടി കയറിയെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിയൂ. തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. പ്രതിഷ്ഠയെല്ലാം ഇതിനകത്താണ്. ദേവസ്ഥാനത്തിൻ്റെ ഉൾവശമാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രക്കുളം കാണാം. ക്ഷേത്രദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുടെ ഇരിപ്പിടമാണ് ഇവിടെയെല്ലാം. ക്ഷേത്രക്കുളത്തിന് സമീപം ധാരാളം ചെടികൾ, പൂക്കളും ചെടികളും നിൽക്കുന്നതായി കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്.